Yes, hi friends. Yes, hi. Yes, ഞാൻ ഒഡിബിളും വിസിബിളും ആണോ? യെസ്, ഞാൻ ഒഡിബിളും വിസിബിളും ആണോ എന്നൊന്ന് പറയാമോ? യെസ്, എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഞാനൊക്കെ LLBക്ക് പഠിച്ച സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട്, ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, നമ്മളൊക്കെ LLBക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഏതാണ് CPC അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ്. സിവിൽ പ്രൊസീജിയർ കോഡ് 1908. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കാമെന്ന് കരുതുന്നത്. യെസ്, എല്ലാം ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യെസ്, നമുക്കറിയാം എന്താണ് CPC യെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? CPC എന്ന് പറയുന്നത് അതൊരു പ്രൊസീജിയറൽ കോഡാണ്, അല്ലെ? സിവിൽ പ്രൊസീജിയർ ആണ്. അതൊരു പ്രൊസീജിയറൽ കോഡാണ്. അപ്പൊ അതൊരു പ്രൊസീജിയറൽ കോഡാണ് എന്നതിന്റെ അർത്ഥം എന്താണ്? അതൊരു പ്രൊസീജിയറൽ കോഡാണ് എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്ന എന്താണ്? സിവിൽ വ്യവഹാരങ്ങൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. 1908 സിവിൽ നടപടിക്രമം അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പറയുന്നത് എന്താണ് പറയുന്നത്? സിവിൽ വ്യവഹാരങ്ങൾ എങ്ങനെ നടത്തണം? സിവിൽ വ്യവഹാരങ്ങൾ നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ സിവിൽ വ്യവഹാരങ്ങളുടെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ അതിന് പ്രതിപാദിക്കുന്ന നിയമമാണ് 1908 സിവിൽ നടപടിക്രമം. അതെന്താണ്? ഇതൊരു വ്യവഹാര നിയമമാണ്. ക്രിമിനൽ നടപടിക്രമം അല്ലെങ്കിൽ ഇതൊരു സിവിൽ വ്യവഹാരങ്ങളെ സംബന്ധിക്കുന്ന അതിന്റെ നടപടികൾ പ്രസ്താവിക്കുന്ന ഒരു നടപടിക്രമമാണ്. IPC പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ലോ പോലെ ഒരു സബ്സ്റ്റാൻറ്റീവ് ലോ അല്ല, മറിച്ച് എന്താണ്? ഇതൊരു പ്രൊസീജിയറൽ ലോ ആണ്. CPC 1908. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രൊസീജിയറൽ ലോ ആണ്. പോയിന്റ് കിട്ടിയോ? യെസ്, സെറ്റ് അല്ലേ? പതുക്കെ നമുക്ക് ആ നിയമത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമുക്കറിയാം എന്താണ്? നമുക്കറിയാം ലോ ഈസ് ഡിവൈഡഡ് ഇൻടു, നിയമത്തെ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്നും പ്രൊസീജിയറൽ ലോ എന്നും തിരിക്കാറുണ്ട്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. സബ്സ്റ്റാൻറ്റീവ് ലോ മീൻസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് എന്തൊക്കെയാണ് എന്നും ഏതൊക്കെയാണ് എന്നും പറയുന്ന നിയമത്തെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുക. എന്തൊക്കെയാണ് എന്നും ഏതൊക്കെയാണ് എന്നും പറയുന്ന നിയമത്തെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ IPC എടുക്കുകയാണെങ്കിൽ IPCയിൽ എന്താണ്? ഇന്ന കാര്യം തെറ്റാണ്. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതല്ല എങ്കിൽ എന്താണ്? ഇന്ന കാര്യങ്ങളാണ് ഒരു ഒഫൻസിന്റെ. നമ്മൾ BNS എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഒരു ഇൻഗ്രീഡിയൻസ് ഓഫ് ക്രൈം എടുക്കുന്നത്. ഈ ഒരു ക്രൈമിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ എടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? മനസ്സിലാക്കുക. സബ്സ്റ്റാൻറ്റീവ് ലോയിൽ വരിക. എന്താണ് ഒരു ക്രൈം എന്ന് ഡിഫൈൻ ചെയ്യുന്നു, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഡിഫൈൻ ചെയ്യുന്നു, ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പണിഷ്മെന്റ് പറയുന്നു. ഇപ്പൊ സിവിൽ കാര്യങ്ങൾ, സിവിൽ നിയമങ്ങൾ, ഇപ്പൊ കോൺട്രാക്ട് അല്ലെങ്കിൽ ടോർട്ട് ഒക്കെ ആണെങ്കിൽ എന്താണ്? ആരാണ് ടോർട്ട് ഫീസർ, അല്ലെങ്കിൽ ആരാണ് ഡെപ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രോമിസറി ഇങ്ങനെ കുറച്ച് ഡെഫിനേഷൻസും ഇങ്ങനെ കുറച്ച് എന്താണ് നിർവചനങ്ങളും ഒക്കെ തരുന്ന ഒരു നടപടി മാത്രമാണ് എന്ത് എന്ന് പറയുന്നത്? സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അടുത്തത് വരുന്ന ശ്രദ്ധിച്ച് എന്താണ്? പ്രൊസീജിയറൽ ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊസീജിയറൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളത് പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് മെഷീനറി ടു എൻഫോഴ്സ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്തൊക്കെയാണ്? പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് മെഷീനറി. എന്തൊക്കെ പ്രാക്ടീസ് ആണ് വേണ്ടത്? നമ്മൾ BNS പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പൊ അത് പ്രൊസീജിയറൽ ലോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് പ്രാക്ടീസസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ കിടക്കുന്നത്? ഈ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ലയബിലിറ്റീസ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ തരത്തില് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഡ്, ഒരു സംഹിതയാണ് CPC എന്ന് പറയുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡ്. സിവിൽ പ്രൊസീജിയർ കോഡ്. The 158 sections form the first part. 158 സെക്ഷനുകൾ ചേർന്നതാണ് CPC. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. അതിന്റെ 158 ആദ്യത്തെ 158 സെക്ഷൻസ് ഓഫ് ദ CPC ആണ് എന്ത് എന്ന് പറയുന്നത്? അതിന്റെ ഒന്നാം ഭാഗം
പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ആർ ആൻഡ് ഓസ്. ഓക്കെ, നിങ്ങളെ എങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്നെ CPC പഠിപ്പിച്ചാൽ എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു സാധനം ആർ ആൻഡ് ഓ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റൂൾ 10 ഓർഡർ 51 എന്നൊക്കെ എഴുതി. സപ്പോസ് ഓർഡർ 51 എഴുതുകയാണെങ്കിൽ എന്താണ്? ഇങ്ങനെയാണ് ഞങ്ങൾ എഴുതുക. ഓക്കെ, R10 O51 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആറോ അങ്ങനെ പഠിപ്പിച്ച മാത്രമാണ് എനിക്ക് CPC-യിൽ പറയാൻ. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം CPC എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, വളരെ കഷ്ടപ്പാടുള്ള ഒരു ഭാഗമായിരുന്നു സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സിവിൽ പ്രൊസീജിയർ കോഡ് ഓർത്ത് വെക്കുക. യെസ്, കിട്ടിയോ? അതർ പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ റൂൾസും ഓർഡേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് CPC-യുടെ മറ്റു ഭാഗങ്ങൾ. നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓരോ റൂളിനെ കുറിച്ചും ഓർഡറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. യെസ്, നൗ മൂവിങ് ഓൺ ടു ഈ CPC-യുമായി ബന്ധപ്പെട്ട ചില ടെർമിനോളജികൾ ഉണ്ട്. ഓക്കെ, ചില വാക്കുകളുണ്ട്. അവയുടെ ഉപയോഗം, എവിടെയാണ് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയുക, ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നതാണ് ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തേതാണ് കോസ് ഓഫ് ആക്ഷൻ. ഓക്കെ, കോസ് ഓഫ് ആക്ഷൻ. Every fact to be proved by plaintiff to support his right to judgment. എന്നാണ്? നമുക്കറിയാം സിവിൽ കേസിൽ അക്യൂസ്ഡും വിറ്റ്നസും ഒന്നും വിക്ടിമും അല്ല ഉള്ളത്, പ്ലെയിന്റിഫും ഡിഫൻഡന്റുമാണ് ഉള്ളത്. ഓക്കെ, പിയും ഡിയുമാണ് ഉള്ളത്. ഓക്കെ, പ്ലെയിന്റിഫും ഡിഫൻഡന്റുമാണ് സിവിൽ കേസിൽ ഉള്ളത്. അപ്പോൾ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പ്ലെയിന്റിഫ്, ഓക്കെ, പ്ലെയിന്റിഫ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടണമെങ്കിൽ, ഓക്കെ, ഈ പ്ലെയിന്റിഫിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടണമെങ്കിൽ സർട്ടൈൻ ഫാക്ട്സ് ആർ ടു ബി പ്രൂവ്ഡ് ബൈ ദി പ്ലെയിന്റിഫ്. ഓക്കെ, സർട്ടൈൻ ഫാക്ട്സ് ആർ ടു ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. പ്ലെയിന്റിഫ് എന്ത് ചെയ്യണം? സർട്ടൈൻ ഫാക്ടുകൾ, ഓക്കെ, ചില ഫാക്ടുകൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനെന്ത് ചെയ്യും? ഈ ഫാക്ട്സ് പ്രൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? ബൈ യൂസിങ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ, ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ എന്തുമാത്രം ഫാക്ടുകൾ പ്രൂവ് ചെയ്യുന്ന പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടുകളും അതിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. only റെലവന്റ് ഫാക്ട്സ്. ഓക്കെ, റെലവന്റ് ഫാക്ട്സ് അതിലേക്ക് ടേക്കപ്പ് ചെയ്യുക. ആ റെലവന്റ് ഫാക്ട്സ് മാത്രം എന്ത് ചെയ്യുക? അത് പ്രൂവ് ചെയ്യും. സോറി, യെസ്, ആ റെലവന്റ് ഫാക്ട്സ് പ്രൂവ് ചെയ്യുക. യെസ്, അതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? അതാണ് ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ് ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, കോസ് ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സോറി, every fact to be proved by the plaintiff to support his right to judgment. അതാണ് കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. യെസ്, ഇനി രണ്ടാമത്തെ നോക്കൂ. യെസ്, രണ്ടാമതാണ് ജഡ്ജ്മെന്റ്. ഓക്കെ, ജഡ്ജ്മെന്റ് എന്താണ്? ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ജഡ്ജ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ഡിക്രി. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ജഡ്ജ് എന്താണ്? ഒരു ഫോർമൽ ആയിട്ട് ആ ഡിഗ്രി പ്രൊണൗൺസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈനൽ ആയിട്ട് വരുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ആ പ്രൊണൗൺസിയേഷൻ ഓഫ് ഡിഗ്രി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ജഡ്ജ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ദ ഡിഗ്രി. ആ ഡിഗ്രി എന്ന് പറയുന്ന കാര്യത്തിലെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ജഡ്ജിനെയാണ് നമ്മൾ ജഡ്ജ്മെന്റ് എന്ന് പറയുക. If the decision of the court is based on the rights and claims, it is the decision of the court based on rights and claims of the parties. അപ്പൊ ജഡ്ജ്മെന്റ് എന്താണ്? ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പാർട്ടീസിന്റെ റൈറ്റ്സിനോടും പാർട്ടീസിന്റെ ക്ലെയിംസിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഈ പാർട്ടീസിന്റെ റൈറ്റ്സിനോടും ക്ലെയിംസിനോടും ഒക്കെ യോജിച്ച് നിൽക്കുന്നത് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്. എന്താണ്? ഇപ്പം ഒരാൾ ഒരു പെർട്ടിക്കുലർ റൈറ്റ് ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ കോർട്ട് ഫീൽസ് ദാറ്റ് എന്താണ്? ആ റൈറ്റ് അയാൾക്ക് എന്തല്ല, അദ്ദേഹം കോസ് ഓഫ് ആക്ഷൻ, ഓക്കെ, അത് ആ റൈറ്റ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തെളിയിക്കേണ്ട റെലവന്റ് ഫാക്ട്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളൊന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല? കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അദ്ദേഹം കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തില്ല? അദ്ദേഹത്തിന് ഇതിന് റൈറ്റ് ഇല്ല. പോയിന്റ് കിട്ടിയോ? അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ദി കോർട്ട് ബേസ്ഡ് ഓൺ പറഞ്ഞു. യെസ്, ഇനി ഡിക്രി എന്താണ്? യെസ്, ഡിക്രി. ഓക്കെ, ഡിക്രി. Yes, it is a formal expression of adjudication. അതായത് എന്താണ്? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജൂഡിക്കേഷൻ എന്ന് ഫോർമൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഇന്നതാണ് വിധി എന്നുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുക. യെസ്, കൺക്ലൂസീവ് ഡിറ്റർമിനേഷൻ. ഓക്കെ, കൺക്ലൂസീവ് ഡിറ്റർമിനേഷൻ ഓഫ് ദി
റൈറ്റ്സ് ഓഫ് ദി പാർട്ടീസ്. കൺക്ലൂസീവ് ആണ്, ഫൈനൽ ആൻഡ് കൺക്ലൂസീവ് ആയിട്ട് എന്താണ് ഈ പറയുന്നത് പോലെ എന്താണ് ആ പാർട്ടി ആ സ്യൂട്ടിൽ റൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഏറ്റവും കൺക്ലൂസീവ് ആയിട്ട് ഇയാൾക്ക് ഇന്ന റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന റൈറ്റ് ഇല്ല എന്ന് ഏറ്റവും ആധികാരികമായി പറയുന്ന ഏറ്റവും ആധികാരികമായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക, ഡിക്രി എന്ന് പറയുക. കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഡിക്രി എന്ന് പറയുക. ആ പോയിന്റ് കിട്ടിയോ? ആ പോയിന്റ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് പിടിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താണെന്ന് നോക്കൂ. The determination is with regard to matter of contravention in the suit. എന്താണ് സ്യൂട്ടിൽ ഇതിൽ എന്ത് കാര്യത്തിലായിരിക്കണം ഡിറ്റർമിനേഷൻ ചെയ്യേണ്ടത്? ഡിഗ്രി ഒരു കാര്യത്തിലുള്ള ഡിറ്റർമിനേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എന്ത് കാര്യത്തിലുള്ള ഡിറ്റർമിനേഷൻ ആണ്? മാറ്റർ ഓഫ് ദി സ്യൂട്ട്. മാറ്റർ ഓഫ് ദി സ്യൂട്ട്. ആ സ്യൂട്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്യൂട്ടിൽ എന്ത് റൈറ്റ് ആണ്, അല്ലെങ്കിൽ ആ സ്യൂട്ട് ഡിഫൻഡന്റിന്റെ മേൽ എന്ത് ലയബിലിറ്റി ആണോ ക്ലെയിം ചെയ്യുന്നത്, അതിന്റെ പുറത്തുള്ള ഡിറ്റർമിനേഷനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുക. The adjudication should have been given in the suit. ഈ സ്യൂട്ടിൽ എന്തുണ്ടായിരിക്കണം? ആ സ്യൂട്ടിൽ നമ്മൾ പ്രയർ പോലെ അത് വെച്ചിരിക്കണം. ഇങ്ങനെ ഒരു ഇത് വേണം. ഇപ്പൊ എന്താണ്, എനിക്ക് കോടതി നഷ്ടപരിഹാരവും കോടതി തുകയും തരട്ടെ എന്നുള്ള രീതിയിൽ എന്താണ് ഒരു പ്രയർ പോലെ വെച്ചിരിക്കണം. ഡിഗ്രി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ ദി പ്രൊണൗൺസ്മെന്റ് ഓഫ് ജഡ്ജ്മെന്റ്. ഡിഗ്രി എന്ത് ചെയ്തിരിക്കണം? ഡിഗ്രി ജഡ്ജ്മെന്റ്, ഡിഗ്രി അതിന്റെ അകത്ത് ഉണ്ടാകും. പക്ഷെ എന്താണ്, ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ സിവിൽ സ്യൂട്ടിൽ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ജഡ്ജ്മെന്റ് വന്നിരിക്കണം. ജഡ്ജ്മെന്റ് വന്നാൽ ഉടനെ തന്നെ, ഇപ്പൊ സിവിൽ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിവിൽ കേസിൽ ജഡ്ജ്മെന്റ് വന്നാൽ ഉടനെ ഇപ്പൊ എന്താണ് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരികയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് നിലവിൽ വരുമോ? ഒരു സിവിൽ കേസിൽ ജഡ്ജ്മെന്റ് വരുന്നതോടുകൂടി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സിക്യൂട്ടഡ് ആയിട്ട് കിട്ടുമോ? അങ്ങനെ കിട്ടില്ല കേട്ടോ. അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടാമത് പോയിട്ട് EP എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത്, അപ്പൊ സപ്പോസ് നമുക്കിപ്പോ കേസുകളിലും ഏത് കോടതിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സിവിൽ കേസിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള റൈറ്റോ ലയബിലിറ്റിയോ നമുക്ക് നേടിയെടുക്കാം. ഇപ്പം നമുക്ക് അനുകൂലമായിട്ടൊരു കേസിൽ സുപ്രീം കോടതി വിധി പറയുന്നു. സപ്പോസ് ഉദാഹരണം പറയാണ്, നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ നമുക്കിപ്പം വഞ്ചിയൂർ അല്ല നന്തങ്കോട് പ്രദേശത്ത് നമുക്കൊരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. അത്യാവശ്യം പ്രോപ്പർട്ടി ഉണ്ട്. 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 2.5 ഏക്കർ സ്ഥലത്തിന്റെ പേരിൽ ഞാനും എന്റെ ബ്രദറും തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഓണറും അദ്ദേഹത്തിന്റെ ബ്രദറും തമ്മിൽ വഴക്കാണ്. അത് കേസായി സ്യൂട്ടായി അങ്ങനെ പോയി അത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെത്തി. സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? മൂത്ത ജ്യേഷ്ഠന് എയ്ക്ക് അനുകൂലമായിട്ട് അത് വിധിച്ചു. 2.5 ഏക്കർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 10-20 കോടി രൂപ വിലയുണ്ട്. അപ്പം മൂത്ത ചേട്ടൻ എന്ത് ചെയ്തു? അനുകൂലമായിട്ട് ആ കേസ് വിധിച്ചു. അങ്ങനെ മൂത്ത ചേട്ടന് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ചപ്പോൾ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, മൂത്ത ചേട്ടന് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ചപ്പോൾ അവിടെ സുപ്രീം കോടതി കേസ് വിധിച്ചു, ഞാൻ പോയിട്ട് ആ ഭൂമി എന്റേതാക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്തിരിക്കണം? കൺസേൺഡ് അത് ആ പ്രദേശം, ആ സിവിൽ കേസിന്റെ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ഏത് പ്രദേശത്താണോ വരുന്നത്, ആ പ്രദേശത്തെ മുൻസിഫ് കോർട്ടിൽ പോയിട്ട് എന്ത് വേണം? കോർട്ടിൽ പോയിട്ട് EP അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ EP അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഇത് നടപ്പാക്കി കിട്ടുക. അതിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ആ പോയിന്റ് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തു വെക്കണം. എന്ത് ചെയ്തിരിക്കണം? ഏത് കോടതി, ചിലപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നായിരിക്കും നമുക്ക് അനുകൂലമായി വിധി കിട്ടുക, കിട്ടിക്കോട്ടെ, സന്തോഷം. പക്ഷെ സുപ്രീം കോടതി വിധി ഉണ്ടെങ്കിലും എന്താണ്, കൺസേൺഡ് മുൻസിഫ് കോർട്ടിൽ പോയിട്ട് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ആ വിധിപ്പകർപ്പും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് EP അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് എക്സിക്യൂഷൻ പെറ്റീഷൻ കൈപ്പറ്റിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ജഡ്ജ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഓർത്ത് വെക്കുക. ഇനി ഈ ഡിഗ്രിയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഗ്രിയെ തന്നെ നമുക്ക് പലതായിട്ട്, പർട്ടിക്കുലർലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിഗ്രി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്നെന്ന് പറയുന്നത് പ്രിലിമിനറി ഡിഗ്രി, ടെൽസ് വാട്ട്സ് ടു ബി ഡൺ. ഒരു പ്രിലിമിനറി ഇടക്കാല ഡിഗ്രി. ഇപ്പം എന്താണ് പറയുക, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ സ്വത്ത് തർക്കമാണ്, എയും ബിയും തമ്മിൽ, A and B
എ ആൻഡ് ബി. എ ആൻഡ് ബി എന്താണ്? ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് ആദായമുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് എയുടെ കയ്യിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് തുടങ്ങുന്ന എന്താണ്? ബി അതിൽ നിന്ന് ആദായം എടുക്കുന്നു. ഓക്കെ, ബി അതിൽ നിന്ന് ആദായം എടുക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഡിസ്പ്യൂട്ട് തുടങ്ങിയത്. അപ്പൊ ഇത് കേസ് കോടതിയിൽ എത്തുമ്പോൾ തന്നെ ഒരു പ്രിലിമിനറി ഡിഗ്രി ആയിട്ട് കോടതിക്ക് പറയാം എന്താണ്? ബി ആദായം എടുക്കരുത്. ഓക്കെ, കേസ് തീരുന്നത് വരെ എന്ത് ചെയ്യരുത്? ബി ആദായം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് പറയാനാണ് സാധിക്കും. വാട്ട് ഈസ് ടു ബി ഡൺ. ഓക്കെ, തൽക്കാലം ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഫൈനൽ എന്താണ്? ദ റിസൾട്ട് അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ദ പ്രിലിമിനറി ഡിഗ്രി. ഇപ്പൊ പ്രിലിമിനറി ഡിഗ്രിയിലെ കാര്യങ്ങൾ വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, ആ കേസിലെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഫാക്ട്സ് ഓഫ് ദി കേസ്, റെലവന്റ് പ്രൊഡ്യൂസ് ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് കോടതി പറയും എന്താണ്? ഓക്കെ, ബി ഇനി മേലാൽ ആ പറമ്പി കാല് കുത്തിപ്പോകരുത്. ഓക്കെ, ദാറ്റ് പ്രോപ്പർട്ടി ഈസ് അണ്ടർ ദി ഫുൾ ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ഓഫ് എ. ഓക്കെ, എയുടെ പൂർണ്ണമായ ഓണർഷിപ്പിലും പൊസഷനിലുമുള്ള പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യരുത്? ബി കയ്യും കാലും ഒന്നും കുത്തുകയോ അതിൽ നിന്ന് ആദായം എടുക്കുകയോ ചെയ്യരുത്. ഓക്കെ, അപ്പൊ എന്താണ്? ഫൈനൽ ഡിഗ്രി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ പ്രിലിമിനറി. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എന്താണ്? ഫൈനൽ ഡിഗ്രി എപ്പോഴും എന്താണ്? പ്രിലിമിനറി ഡിഗ്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. കാരണം എന്താണ്? കോടതി ഈ പറയുന്ന പോലെ എന്താണ്? റെലവന്റ് ഫാക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രിലിമിനറി ഡിഗ്രി ഇടുക. അപ്പൊ പ്രിലിമിനറി ഡിഗ്രി കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും കോർട്ട് ഓഫ് ലോ എന്ത് ചെയ്യുക? ഫൈനൽ ഡിഗ്രി പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ആ പ്രിലിമിനറി ഡിഗ്രി കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും കോടതി എന്ത് ചെയ്യുക? ഫൈനൽ ഡിഗ്രി പ്രൊനൗൺസ് ചെയ്യുക. പോയിന്റ് കിട്ടിയോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെൻ പ്രിലിമിനറി ഈസ് സെറ്റ് അസൈഡ് ദ ഫൈനൽ ഡിഗ്രി ഈസ് സൂപ്പർസീഡഡ്. ഇനി എന്താണ്? ഇൻ സർട്ടൈൻ കേസസ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയും അപൂർവമായി സംഭവിക്കും. എന്താണ്? പ്രിലിമിനറി ഡിഗ്രിയും ഫൈനൽ ഡിഗ്രിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിലിമിനറി ഡിഗ്രിയെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഫൈനൽ ഡിഗ്രി വരും. അങ്ങനെ പ്രിലിമിനറി ഡിഗ്രിയെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഫൈനൽ ഡിഗ്രി വന്നാൽ, മനസ്സിലാക്കണേ, അങ്ങനെ പ്രിലിമിനറി ഡിഗ്രിയെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഫൈനൽ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം നമുക്ക്? അവിടെ പ്രിലിമിനറി ഡിഗ്രിയോട് അങ്ങോട്ട് മാറി നിൽക്ക്. ഓക്കെ, പ്രിലിമിനറി ഡിഗ്രി റെലവന്റ് ആകില്ല. റെലവന്റ് ആകുന്നത് എന്താണ്? ഫൈനൽ ഡിഗ്രി ആണ്. ഓക്കെ, പ്രിലിമിനറി ഡിഗ്രി റെലവന്റ് ആകില്ല. റെലവന്റ് ആകുന്നത് ഫൈനൽ ഡിഗ്രി ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയോ? യെസ്, വെരി ഗുഡ്. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഡിഗ്രി ഹോൾഡർ. ഓക്കെ, ഡിഗ്രി ഹോൾഡർ, ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, അങ്ങനെയുള്ള കുറച്ച് ടേമുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഉദാഹരണം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഡിഗ്രി ഹോൾഡർ, പേഴ്സൺ ഓൺ ഹൂസ് ഫേവർ ദ ഡിഗ്രി ഈസ് പാസ്ഡ് ഓർ ആൻ ഓർഡർ കേപ്പബിൾ ഓഫ് ബീങ് പെർഫോംഡ് ഈസ് ഗിവൺ. അല്ലെങ്കിൽ എന്താണ്? ഡിഗ്രി ആരുടെ പേരിലാണോ ഡിഗ്രി, ആർക്ക് ഇതായിട്ടാണോ, ഓക്കെ, ആർക്ക് ഫേവറബിൾ ആയിട്ടാണോ ഡിഗ്രി പാസ് ചെയ്യുന്നത്, ഓക്കെ, ആർക്ക് ഫേവറബിൾ ആയിട്ടാണോ ഡിഗ്രി പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുതർക്കം എയും ബിയും തമ്മിൽ. അപ്പൊ ബി ആദായം എടുക്കുന്നു. ഓക്കെ, അപ്പം കോടതി എന്ത് ചെയ്യാണ്? കോടതി ബിയോട് പറയുകയാണ്, നീ മേലെ ആ പറമ്പിൽ കയറി പോകരുത്, അതിൽ നിന്ന് ആദായം എടുത്തു പോകരുത്. ഓക്കെ, അപ്പൊ സത്യത്തിൽ ആർക്ക് ഫേവറബിൾ ആയിട്ടാണ് ജഡ്ജ്മെന്റ് വന്നത്? എക്ക് ഫേവറബിൾ ആയിട്ടാണ് ജഡ്ജ്മെന്റ് വന്നത്. ഹെൻസ് എ ഈസ് ദ ഡിഗ്രി ഹോൾഡർ. ഹെൻസ് എ ഈസ് ദ ഡിഗ്രി ഹോൾഡർ. ഓക്കെ, എ ഈസ് ദ ഡിഗ്രി ഹോൾഡർ. പിന്നെ എന്താണ്? ഹി മേ നോട്ട് ബി എ പാർട്ടി ടു ദ സ്യൂട്ട്. ചിലപ്പോൾ എന്താണ്? എ ഇതിൽ പാർട്ടി ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർ അതിൽ പാർട്ടി ആയിക്കൊള്ളണം എന്ന് ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണേ. ഇനി ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. അപ്പൊ ഡിഗ്രി ഹോൾഡർ എന്താണെന്ന് മനസ്സിലായ ഒരു വ്യക്തിക്ക് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഡിഗ്രി ഹോൾഡർ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്താണ് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ? ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹും എ ഡിഗ്രി ഹാസ് ബീൻ പാസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹും ആ ഡിഗ്രി ഹാസ് ബീൻ പ്രൊനൗൺസ്ഡ്. ഓക്കെ, ഇവിടെ എന്താണ്? ആരോടാണ് പറമ്പിൽ കയറി പോകരുത്, ആദായം എടുത്തു പോകരുത് എന്ന് പറഞ്ഞത്? ഓക്കെ, ആരോടാണ്? ബിയോടാണ്. ബിയോട് പറഞ്ഞു, നീ മേലാ പറമ്പിൽ കയറി പോകരുത്. ഓക്കെ, മേലാൽ ആദായം എടുത്തു പോകരുത്. ഓക്കെ, സോ എന്താണ്? ഇൻ ദിസ് കേസ്, ഓക്കെ, ഇൻ ദിസ് കേസ് എന്താണ്? ബി ഈസ് ദി ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ഓക്കെ, ഇൻ ദിസ് കേസ് ബി ഈസ് ദി ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. യെസ്, പോയിന്റ് കിട്ടിയോ? ബി ആണ് അതിലെ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ഓക്കെ, പക്കാ സെറ്റ് അല്ലേ? യെസ്, സംശയമൊന്നുമില്ലല്ലോ.
അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ജഡ്ജ്മെന്റ് ഡെപ്റ്റ് കിട്ടിയോ? ഇനി ജഡ്ജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഓക്കെ, ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ എ ജഡ്ജ്. ഒരു ജഡ്ജ് തരുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു ജഡ്ജിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്താണ്? ഗിവൺ ബൈ എ ജഡ്ജ് ഓൺ ദ ബേസിസ് ഓഫ് എ ഡിഗ്രി ഓർ ഓർഡർ. ഒരു ഓർഡറിന്റെയോ ഒരു ഡിഗ്രിയുടെയോ ബേസിൽ ഒരു ജഡ്ജ് തരുന്ന ഓർഡറിനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ജഡ്ജ്മെന്റ് എന്ന് പറയുക. യെസ്, പോയിന്റ് മനസ്സിലായോ? ഇടേ പോയിന്റ് മനസ്സിലായോടെ? അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഓർഡർ. ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഓർഡർ, ഓക്കെ, ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എനി ഡിസിഷൻ ഓഫ് എ സിവിൽ കോർട്ട് വിച്ച് ഇസ് നോട്ട് എ ഡിഗ്രി. ഒരു ഫോർമൽ ആയിട്ട് വാക്കാൽ പരാമർശിക്കല്ല, ഇൻ പേപ്പറിൽ. ഓക്കെ, ഇൻ പെൻ ആൻഡ് പേപ്പറിൽ പരാമർശിക്കുന്നു ഒരു കാര്യം. ഇൻ പെൻ ആൻഡ് പേപ്പറിൽ പരാമർശിക്കുന്നു. പക്ഷെ ഇറ്റ് ഈസ് നൈദർ a ഡിഗ്രി nor a ഡിഗ്രി ഉണ്ടെങ്കിലേ ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ഡിഗ്രി അല്ലാത്ത ഫോർമൽ എക്സ്പ്രഷൻ മെയ്ഡ് ബൈ എ സിവിൽ കോർട്ട്. ഒരു സിവിൽ കോർട്ട് നടത്തുന്ന ഫോർമൽ എക്സ്പ്രഷൻസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് a ഡിഗ്രി. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ഓർഡർ എന്ന് പറയുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, an order which is not a final order is known as IO അല്ലെങ്കിൽ interlocutory order. ഓക്കെ, ഓക്കെ, ഒരു ഫൈനൽ ഓർഡർ അല്ലാത്ത ഓർഡർ. ഓർഡർ എന്താണ്? ഓർഡർ ഫൈനൽ ഓർഡർ ഉണ്ടാവും, ഇന്ററിം ഓർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു 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 കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കാലത്തേക്ക്. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എയുടെയും ബിയുടെയും കാര്യത്തിൽ പറഞ്ഞു എന്താണ്? കേസ് കഴിയുന്നത് വരെ ബി എന്ത് ചെയ്യരുത്? ഈ പറമ്പിൽ കയറുകയോ ആദായം എടുക്കുകയോ ചെയ്യരുത്. അതെന്താണ്? അതൊരു IO ആണ്, ഇന്റർലൊക്യൂട്ടറി ഓർഡർ ആണ്. ഓക്കെ, അതൊരു IO ആണ്, ഇന്റർലൊക്യൂട്ടറി ഓർഡർ ആണ്, ഇടക്കാല ഉത്തരവാണ്. മനസ്സിലാക്കുക കേട്ടോ. IOയെ കുറിച്ച് നമുക്ക് കുറച്ച് പറയാനുണ്ട്. ഇനി അപ്പീൽ. ഓക്കെ, സാധാരണ കേസിൽ പോലെ തന്നെയാണ് അപ്പീൽ വരുന്നത്. എന്താണ്? മേ ലൈ ഫ്രം എ പ്രിലിമിനറി ഡിഗ്രി ഓൾസോ. ഓക്കെ, നമുക്കൊരു പ്രിലിമിനറി ഡിഗ്രി മുതൽ ഫൈനൽ ജഡ്ജ്മെന്റ് വരെയുള്ള എല്ലാത്തിലും എന്താണ്? എല്ലാത്തിലും നമുക്ക് അപ്പീൽ പോകാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. Every suit is filled in a court of lowest grade. Okay, filed in a court of lowest grade. നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു സ്വത്ത് തർക്കം, ഓക്കെ, ഒരു സിവിൽ കേസ് ഉണ്ട്. അതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 5 crores ആണ്. ഓക്കെ, ആ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5 crore ആണ്. എന്നും പറഞ്ഞ് നമ്മൾ 5 crore എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ലേ. അതുകൊണ്ട് നേരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി കേസ് പറയും. ഇനീഷ്യലി തന്നെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, 5 crore എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ആ പരിപാടിയൊന്നും പറ്റില്ല. പകരം എന്താണ്? എപ്പോഴും ഈ 5 crore ജൂറിസ്ഡിക്ഷൻ പറയുന്ന കോടതികളുണ്ട്. പ്രോബബ്ലി അത് സബ് കോർട്സ് ആണ്. ഓക്കെ, സബ് കോർട്സ് മുതൽ മേലോട്ട് ഇൻഡെഫിനിറ്റ് ആണ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ലിമിറ്റ്സ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള കേസുകളൊക്കെ സബ് കോടതിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഡിസ്ട്രിക്ട് കോടതിയിൽ എത്തി. അതിന്റെ മുകളിൽ എന്തുണ്ട്? അതിന്റെ മുകളിലായിട്ട് ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. ഈ ഹൈറാർക്കി ഫോളോ ചെയ്ത് മാത്രമേ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഹൈറാർക്കി ഫോളോ ചെയ്ത് മാത്രമേ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കിട്ടിയോ? അടുത്തത് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറഞ്ഞു സിവിൽ കേസിൽ എന്തുണ്ട്? ഈ പറയുന്ന പോലെ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതറിയാലോ. ഓക്കെ, എന്താണ് ഈ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇപ്പം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം മുനിസിഫ് കോടതി ആണെങ്കിൽ ഇത്ര രൂപ വരെ കൺസിഡർ ചെയ്യാവുള്ളൂ. തൊട്ടുമുള്ള കോടതിയാണെങ്കിൽ ഇത്ര, സബ് കോടതി ആണെങ്കിൽ ഇത്ര, ജില്ലാ കോടതി ആണെങ്കിൽ ഇത്ര, സബ് കോടതി മുതൽ മേലോട്ട് ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ ക്യാൻ ബി എന്താണ്? അപ്പം ഓരോ കോടതികൾക്കും അതിന്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓവർ സബ്ജക്ട് മാറ്റർ, സബ്ജക്ട് മാറ്ററിനെ സംബന്ധിക്കുന്ന ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, ഓൺ പ്ലേസ് ഓഫ് സ്യൂയിങ്. ഓക്കെ, എവിടെ ഇത് സ്യൂ ചെയ്യാം, ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് കോടതിയിൽ ഇത് സ്യൂ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഓവർ പേഴ്സൺസ്. ഓക്കെ, ആരെ സ്യൂ ചെയ്യാം. ഓക്കെ, ഇനി പെക്യൂനറി ബേസ്ഡ് ഓർ പെക്യൂനറി വാല്യൂ. ഓക്കെ, പെക്യൂനറി ഏത് എത്ര രൂപയുടെ മൂല്യമാണുള്ളത് അതനുസരിച്ച് സ്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തുണ്ട്? ഒരു വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആണുള്ളത്. ഓക്കെ, വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആണ് എന്തിനുള്ളത്? ഒരു സിവിൽ കോടതികളുടെ കാര്യത്തിൽ ഉള്ളത്. യെസ്, കിട്ടിയോ? ഡിപ്പെൻഡിങ് അപ്പോൺ പവേഴ്സ്. ഓക്കെ, പലതരത്തിലുള്ള കേസുകളുണ്ട്. ഒന്നാമത് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ട്രൈസ് ആൻഡ് ഡിസൈഡ് സ്യൂട്ട് ഫൈൽഡ് ബിഫോർ ഇറ്റ്. ഓക്കെ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ OP, ഒറിജിനൽ പെറ്റീഷൻ. അപ്പൊ അതെന്താണ് വരുന്നത്? അത് അപ്പോൺ ദി എവിടെയാണോ, ഓക്കെ, അതായത് ഫ്രഷ് ആയിട്ട് കേസ് കൊടുക്കുകയാണ്. ഇപ്പൊ ലോവർ വാല്യൂ ആണെങ്കിൽ മുനിസിഫ് കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കുന്നു. അത് ഒറിജിനൽ പെറ്റീഷൻ ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ അതിന് നമ്മൾ OP അല്ലെങ്കിൽ ഒറിജിനൽ പെറ്റീഷൻ എന്ന് കൊടുക്കും.
ഇനിയിപ്പം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന മുൻസിഫ് കോടതിയുടെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് അത് സബ് കോടതിയിലേക്ക് പോകും. സബ് കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് അതിന്റെ റേറ്റ്, അല്ലെങ്കിൽ അവിടെയാണ് അതിന്റെ ഒറിജിനൽ പെറ്റീഷൻ വരുന്നത്. ഇനി അപ്പീലേറ്റ്. ഓക്കെ, അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്താണ്? അപ്പീൽ അഗൈൻസ്റ്റ് ഡിസിഷൻസ് ഓഫ് ഡിഗ്രീസ് പാസ്ഡ് ബൈ സബോർഡിനേറ്റ് കോർട്സ്. ഓക്കെ, അത് എന്തുണ്ട്? അതായത് കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട് എക്സിബിറ്റ് എ വൈഡ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, വളരെ എലാബറേറ്റും വൈഡുമായിട്ടുള്ള ഒരു അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആർക്കുണ്ട്? ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും ഉണ്ട്. ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ക്രിമിനൽ ആൻഡ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് and other courts has it. Civil courts tries all civil matters unless barred by some legislation like giving powers to tribunals in particular matters. Okay, ഇപ്പം ഈ പറയുന്ന പോലെ എന്താണ് എല്ലാ സിവിൽ മാറ്റേഴ്സും. ഓക്കെ, നമ്മളൊരു സിവിൽ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിവിൽ കേസിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം? ഓൾമോസ്റ്റ് സിവിൽ കേസ് ഓഫ് ഓൾ നേച്ചേഴ്സ്, എല്ലാ സ്വഭാവത്തിലുള്ള സിവിൽ കേസുകളും ട്രൈ ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന പോലെ എന്തുണ്ട്? സിവിൽ സ്യൂട്ട് വഴി നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാ തരത്തിലുള്ള സിവിൽ കേസുകളും നമുക്ക് സിവിൽ സ്യൂട്ടുകൾ വഴി ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ എന്തുണ്ട്? അവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇഫ് സർട്ടൈൻ സിവിൽ സ്യൂട്ട് cannot be filed in a civil court since barred by law. എന്താണ്? നിയമം മൂലം എന്ത് ചെയ്തിട്ടുണ്ട്? സിവിൽ കോടതിയിൽ കേസുകൾ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പൊ എന്താണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ സിവിൽ കോടതിയിലേക്ക് അല്ല പോവുക, ട്രൈബ്യൂണലിലേക്കാണ് പോവുക. കാരണം എന്താണ്? സിവിൽ കോടതി കൺസിഡർ ചെയ്യരുത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വിധി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സിവിൽ കോടതി കൺസിഡർ ചെയ്യരുതെന്ന് സ്റ്റാറ്റ്യൂട്ട് അത് വിലക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ടാക്സ് കേസുകൾ, അതും പോരാഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഈ തരത്തിലുള്ള കേസുകൾ. ഓക്കെ, നല്ലൊരു എക്സാമ്പിൾ പറയാൻ വന്നതായിരുന്നു, മറന്നുപോയി. ഓക്കെ, സർട്ടൈൻ കേസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പോലെ എന്താണ് ഇലക്ഷൻ കേസുകൾ. ഓക്കെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കേസുകൾ, അതായത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ എന്താണ് ഡീലിമിറ്റേഷൻ കേസുകൾ. ഓക്കെ, ഈ പറയുന്ന മണ്ഡല നിർണയം അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും കൊണ്ട് കോടതികളിലേക്ക് പോകരുത് എന്നാണ്. കോർട്സ് ആർ ബാർഡ്. ഓക്കെ, കോടതിക്ക് അത്തരത്തിലുള്ള കേസുകൾ എടുക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടില്ല. പിന്നെ ഹൈക്കോടതി അത് ബൈ ജൂറിസ്ഡിക്ഷൻ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താണ് സ്റ്റേ ഓഫ് സ്യൂട്ട്? ഓക്കെ, സ്റ്റേ ഓഫ് സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, റെസ് സബ് ജുഡൈസ്. ഓക്കെ, the doctrine of res sub judice says that എന്താണ്? courts of concurrent jurisdiction cannot try same cases simultaneously during the pendency of a suit. Same suit cannot be filed in any court. ഉദാഹരണം പറയാം. ഓക്കെ, നമ്മളെ നേരത്തെ അതേ തർക്കം തന്നെ. എന്താണ്? എയും ബിയും, ചേട്ടനും അനിയനും തമ്മിൽ എന്താണ്? എയും ബിയും തമ്മിൽ എന്താണ്? ഒരു തർക്കം, ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് regarding a 2.5 acres of land in Nandangod. Okay, Nandangod 2.5 acres of land in the proper ഇതാണ്. അപ്പൊ A resides എവിടെയാണ്? A resides in Nandangod itself and B resides എന്താണ്? B resides in കരുനാഗപ്പള്ളി. ഓക്കെ, കരുനാഗപ്പള്ളിയിലാണ് ബി താമസിക്കുന്നത്. അപ്പൊ ബിക്ക് ഒരു പേടി. ഓക്കെ, ആൻഡ് കേസ് ഇസ് ഗിവൺ. കേസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? വഞ്ചിയൂർ മുനിസിപ്പലാണ് കേസ് വരുന്നത്. ഓക്കെ, കേസ് വരുന്നത് വഞ്ചിയൂർ മുനിസിപ്പിന്റെ അടുത്താണ്. അപ്പൊ ഈ വഞ്ചിയൂർ മുനിസിപ്പിന്റെ അടുത്ത് കേസ് വരുമ്പോൾ ബിക്ക് ഒരു പേടി. ഇനി വഞ്ചിയൂർ മുനിസിപ്പിന്റെ അടുത്തുനിന്ന് നമ്മൾ കേസൊക്കെ പറഞ്ഞ് തോറ്റുപോയാലോ? ഓക്കെ, വഞ്ചിയൂർ മുനിസിപ്പിന്റെ അടുത്ത് നമ്മൾ കേസും മറ്റു കൂട്ടവും ഒക്കെ പറഞ്ഞ് നമ്മൾ തോറ്റുപോയാലോ? അതുകൊണ്ട് എന്ത് ചെയ്യാം? കരുനാഗപ്പള്ളി മുനിസിപ്പിന്റെ അടുത്ത് ഒരു കേസ് കൊടുത്തിടാം. ഓക്കെ, എന്റെ വീട് കരുനാഗപ്പള്ളിയിലാണല്ലോ, കരുനാഗപ്പള്ളി മുനിസിപ്പിന്റെ അടുത്ത് ഒരു കേസ് കൊടുത്താൽ ഇനിയിപ്പോ വഞ്ചിയൂർ തോറ്റാലും കരുനാഗപ്പള്ളി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ വാങ്ങാമല്ലോ. ഓക്കെ, ആ ഒരു ഐഡിയയിൽ എന്ത് ചെയ്യാണ്? ഒരേ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്. ഓക്കെ, ഒരേ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? രണ്ട് കേസുകൾ കൊടുത്തിടുകയാണ്. അങ്ങനെ കൊടുത്തിടാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തിടാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ കൊടുത്തിടാൻ എന്ത് പറ്റില്ല?
ഒരു കാരണവശാലും സാധിക്കില്ല. അതാണ് എന്ത് പറയുന്നത്, ഡോക്ട്രൈൻ ഓഫ് റെസ് സബ്ജുഡൈസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്ട്രൈൻ ഓഫ് റെസ് സബ്ജുഡൈസ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ അവിടുത്തെ മുൻസിഫിനും എന്ത് ചെയ്യാം, ഇത് ട്രൈ ചെയ്യാനുള്ള അധികാരമുണ്ട്, ഇവിടുത്തെ മുൻസിഫിനും ട്രൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണ്, ഒരേ ഫാക്ട് ഓഫ് കേസ്, ഒരേ ഫാക്ടിന് ഇഷ്യൂ വരുന്ന രണ്ട് കേസുകള് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ട് ഓഫ് ലോ മുമ്പാകെ കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഒരേ മാറ്റർ വരുന്ന രണ്ട് കേസുകള് ഒരു കാരണവശാലും രണ്ട് കോടതികളിൽ കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇതാണ് ഡോക്ട്രൈൻ ഓഫ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത് ഇതാണ്. പോയിന്റ് കിട്ടിയോ? ഓക്കെ, ഇറ്റ് സേസ് ദാറ്റ് എന്താണ്, കോർട്ട് ഹാസ് കൺകറന്റ്, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എവിടെയാണോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ഉള്ളത് ആ കോടതിയിലായിരിക്കണം, അതിന്റെ കൺകറൻസിലുള്ള കോടതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത്. യെസ്, കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, റെസ് സബ്ജുഡൈസ്, മാറ്റർ സബ്ജുഡൈസ്, ഓൾറെഡി സബ്ജുഡൈസ് ആയ ഒരു മാറ്ററിന്റെ ഡോക്ട്രൈൻ ഓഫ് റെസ് സബ്ജുഡൈസ് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ഉണ്ട്. ദ കോർട്ട് ഹാസ് ഇൻഹറന്റ് പവർ ടു സ്റ്റേ ഓൺ കണ്ടീഷൻസ് ഓഫ് ദി മാറ്റർ, ഓൺ കണ്ടീഷൻസ് ഓഫ് ദി മാറ്റർ മസ്റ്റ് ബി two suits instituted at different times. Okay, the matter in issue in the latter suit should be directly and substantially the issue in the earlier suit. Okay, എന്താണ് രണ്ടാമത് ഫയൽ ചെയ്ത സ്യൂട്ടിൽ, ഓക്കെ, രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് കാലങ്ങളിൽ ഫയൽ ചെയ്യപ്പെട്ട സ്യൂട്ടിൽ, രണ്ടാമത് ഫയൽ ചെയ്ത സ്യൂട്ടിൽ എന്താണ്, ഡയറക്ട്ലി അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി എന്താണ്, സെയിം മാറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഡയറക്ട്ലി അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി സെയിം മാറ്റർ ആണ് വരുന്നത്. മാത്രമല്ല എന്താണ്, ഈച്ച് സ്യൂട്ട് മസ്റ്റ് ബി സച്ച് സ്യൂട്ട് മസ്റ്റ് ബി ബിറ്റ്വീൻ സെയിം പാർട്ടീസ്. ഓക്കെ, ഏതാണ് നമ്മൾ വഞ്ചൂര് കോടതിയിൽ കൊടുത്തതും എയും ബിയും തമ്മിലുള്ള കേസാണ്. ഓക്കെ, വഞ്ചൂര് കോടതിയിൽ കൊടുത്തതും എയും ബിയും തമ്മിലുള്ള കേസാണ്. കരുനാഗപ്പള്ളി മുനിസിപ്പിന്റെ അടുത്ത് കൊടുത്തതും എയും ബിയും തമ്മിലുള്ള കേസാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന എന്താണ്, ഫാക്ട്സ് ഓഫ് ദി കേസ് അല്ലെങ്കിൽ ഫാക്ടിൻ ഇഷ്യൂ എന്താണ്, സെയിം ആണ്. ഡയറക്ട്ലി ഓർ സബ്സ്റ്റാൻഷ്യലി സെയിം ആണ് ഫാക്ടിൻ ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യം പാർട്ടീസ് ഓഫ് ദ സ്യൂട്ടും സെയിം ആണ്. അപ്പൊ എന്താണ്, കോർട്ട് ക്യാൻ പ്രിസ്യൂം അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളത് എന്താണ്, ബൈ ദി ജുഡീഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. ഓക്കെ, മനസ്സിന്റെ ജുഡീഷ്യൽ അപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കോർട്ട് ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദീസ് ടു സ്യൂട്ട്സ് ആർ ഡീലിംഗ് വിത്ത് ദി സെയിം മാറ്റർ ആൻഡ് ദി പ്രയർ ഇസ് ഓൾസോ സെയിം. ഈ പ്രയറും ഒന്ന് തന്നെയാണ് എന്ന് കോടതിക്ക് എന്ത് ചെയ്യാം, കോടതിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെയർ ബൈ ക്യാൻ ഡിസ്മിസ് അല്ലെങ്കിൽ ക്യാൻ സ്റ്റേ ദ സ്യൂട്ട്. ഓക്കെ, പിന്നെ എന്തായിരിക്കണം, ദ ഏർലിയർ സ്യൂട്ട് is pending in the same court, other competent court but not before a foreign court. എന്തായിരിക്കണം, അത് ഒരു ഫോറിൻ കോർട്ടിലുള്ള സിവിൽ മാറ്റർ ആയിരിക്കരുത്, കോമ്പീറ്റന്റ് ആയിട്ട് ഈ രാജ്യത്ത് തന്നെയുള്ള ഒരു കോമ്പീറ്റന്റ് കോർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും സാഹചര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുക. ഇനി താഴോട്ടുണ്ട്. യെസ്, ഇനി താഴോട്ടുണ്ട്. യെസ്, when these conditions exist, ഓക്കെ, മനസ്സിലാക്കണേ, when these conditions exist, the latter suit is stayed till the disposal of the earlier suit. Okay, ഇനി എന്താണ്, ഇങ്ങനെ സെയിം മാറ്ററിൽ രണ്ട് സ്യൂട്ടുകൾ രണ്ട് വ്യത്യസ്ത കോടതികളിൽ രണ്ട് സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ സ്യൂട്ട് ഏതാണോ രണ്ടാമത് ഫയൽ ചെയ്ത സ്യൂട്ട്, ആ സ്യൂട്ടിന്മേലുള്ള മുഴുവൻ നടപടികളും കോടതി സ്റ്റേ ചെയ്യും. ഓക്കെ, ആ സ്യൂട്ട് എന്ത് ചെയ്യല, അത് കേൾക്കുകയോ അതിൽ വാദം കേൾക്കുകയോ അതിൽ എവിഡൻസ് കളക്ട് ചെയ്യോ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യോ ഒരു നടപടിയും കോടതി ചെയ്യില്ല. എന്ത് ചെയ്യും, ലാറ്റർ കേസ് സെക്കൻഡ് എവിടെയാണോ രണ്ടാമത് എവിടെയാണോ സ്യൂട്ട് ഫയൽ ചെയ്തത് അതിലുള്ള മുഴുവൻ നടപടികളും കോർട്ട് ഓഫ് ലോ സ്റ്റേ ചെയ്യും. അങ്ങനെ കോർട്ട് ഓഫ് ലോ സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫോർമർ സ്യൂട്ട് ആദ്യം ഫയൽ ചെയ്ത സ്യൂട്ടിന്മേല് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണതാണെങ്കിൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും, എവിഡൻസ് കളക്ട് ചെയ്യണമെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യും, എന്നിട്ട് ഡിഗ്രി ഓർഡർ എല്ലാം പാസ് ചെയ്യും. ഓക്കെ, ഓർഡർ ഡിഗ്രി ജഡ്ജ്മെന്റ് എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോടതി എന്നിട്ട് എന്ത് ചെയ്യും, മറ്റേ കോടതിയെ അറിയിക്കും. ദി ലാറ്റർ കോർട്ട് ഇസ് ഇൻഫോംഡ്. ഏത് കോടതിയിലാണോ മറ്റേ സ്യൂട്ട് കിടക്കുന്നത് ആ കോടതിയിലേക്ക് ഇത് ഇന്റിമേറ്റ് ചെയ്യും. ആ കോടതി എന്ത് ചെയ്യും, റെസ് ജുഡിക്കേറ്റ ഡോക്ട്രൈൻ. ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് റെസ് ജുഡിക്കേറ്റ ഈസ് അപ്ലൈഡ് ആൻഡ് ദെയർബൈ എന്താണ്, ആൻഡ് ദെയർബൈ ദി ലാറ്റർ സ്യൂട്ട് ഈസ് എന്താണ്, റിജക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്പോസ്ഡ്. ഓക്കെ, റിജക്റ്റഡ് എന്നല്ല, the latter suit is disposed. Okay, അപ്പൊ ലാറ്റർ സൂട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, പക്കാ സെറ്റ് അല്ലേ, കിട്ടിയോ?
അതാണ് റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്ന ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കേറ്റ വരുന്നത്. യെസ് ഓക്കെ, റെസ് സബ്ജുഡൈസ്. ഓക്കെ, ഈ റെസ് സബ്ജുഡൈസ് എന്ന് വരുന്നത് ദിസ് ഇസ് ഇൻ ദി സെക്ഷൻ 10 ഓഫ് CPC. പലയിടത്തും ഞാൻ സെക്ഷൻ പറയുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് മനസ്സിലാക്കി പോണം കേട്ടോ. എന്താണ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേ ഓൺ സ്യൂട്ട് വരുന്നത് സെക്ഷൻ 10 ഓഫ് CPC-യിലാണ്. ഓക്കെ, CPC-യുടെ വകുപ്പ് 10-ലാണ് ഈ പറയുന്ന സ്റ്റേ ഓഫ് ദി ഇത് വരുന്നത്. ഓർത്ത് വെക്കുക. അപ്പൊ നോക്കൂ, റെസ് ജുഡിക്കേറ്റ ഡോക്ട്രിൻ വരുന്നതോ, ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കേറ്റ വരുന്നതോ ഓക്കെ, റെസ് ജുഡിക്കേറ്റ സെക്ഷൻ 11. ഓക്കെ, എന്താ റെസ് ജുഡിക്കേറ്റ എന്ന് അറിയുന്നതാണല്ലോ. CPC-യിൽ സാധാരണഗതിയിൽ നമുക്ക് അറിയുന്ന വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാണല്ലോ റെസ് ജുഡിക്കേറ്റ. ഏതാണ് സെക്ഷൻ 11 ആണ് വരുന്നത്. വാട്ട് ഡസ് ദ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഡസ് റെസ് ജുഡിക്കേറ്റ മീൻസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, എന്താണ് ഓൾറെഡി ഡിസൈഡഡ്. ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഓക്കെ, okay, the matter of the court is the matter of this suit is already decided. Okay, അങ്ങനെയാണ് എന്ത് പറയുന്നത്. യെസ്, ഇതിൽ വരുന്നത്. അപ്പം ഒരേ ടൈപ്പ് ഇപ്പൊ അപ്പീലിന് റെസ് ജുഡിക്കേറ്റ ബാധകമാണോ? അല്ല, അപ്പീലിന് റെസ് ജുഡിക്കേറ്റ ബാധകമല്ല. എന്താണ് ഒരേ മാറ്റർ പറയുന്ന അല്ലെങ്കിൽ ഒരേ പ്രയർ വരുന്ന ഒരേ പാർട്ടീസ് തമ്മിലുള്ള ഒരേ പാർട്ടീസ് തമ്മിൽ വരുന്ന ഒരേ ഫാക്ട് ഇഷ്യൂ സ്റ്റേറ്റ് ചെയ്യുന്ന കേസുകൾ നമ്മൾ പറയുകയാണ് എങ്കിൽ, ഒരേ ഫാക്ട് ഇഷ്യൂ സ്റ്റേറ്റ് ചെയ്യുന്ന കേസുകൾ നമ്മൾ ഡിഫറെന്റ് കോഡ്സിൽ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഡിഫറെന്റ് കോഡ്സിൽ വെക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പ്രൊസീജിയറിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഏത് കോടതിയിലാണോ കേസ് ഫയൽ ചെയ്തത്, ഇറ്റ് വിൽ ബി എന്താണ്, ഇറ്റ് വിൽ ബി ഹേർഡ്. ഓക്കെ, അതായിരിക്കും അത് ഫയലിൽ സ്വീകരിക്കുക. ദി ലാറ്റർ വിൽ ബി സ്റ്റേഡ്. ഓക്കെ, സ്റ്റേഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ദാറ്റ് മാറ്റർ സബ്ജുഡൈസ്. ഓക്കെ, മാറ്റർ അല്ലെങ്കിൽ റെസ് സബ്ജുഡൈസ്. ഓക്കെ, മാറ്റർ സബ്ജുഡൈസ് എന്നുള്ള കാരണം പറഞ്ഞിട്ട് മാറ്റർ സബ്ജുഡൈസ്. ഓക്കെ, സബ്ജുഡൈസ് എന്ന കാരണം പറഞ്ഞിട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 10. according to the provision of section 10 of the act. Okay, ആക്ടിലെ സെക്ഷൻ വകുപ്പ് 10 പ്രകാരം സെക്ഷൻ 10 എന്ത് വരും, ഇത് സ്റ്റേ ചെയ്യും. അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും, ലാറ്ററിൽ ഓക്കെ രണ്ടാമത് ഫയൽ ചെയ്ത സ്യൂട്ടില് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കേൾക്കും. അങ്ങനെ കേട്ടിട്ട് എന്ത് ചെയ്യും, അതിൽ ഈ പറയുന്ന പോലെ ഓർഡർ, ഡിഗ്രി, ജഡ്ജ്മെന്റ് പാസ് ചെയ്യും. ഓക്കെ, ജഡ്ജ്മെന്റ് പാസ് ചെയ്യും. അങ്ങനെ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 11 അവിടെ ഇൻവോക്ക് ചെയ്യും. അത് ലാറ്റർ കോർട്ടിന് അത് ഇന്റിമേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ഏത് കോടതിയിലാണോ ഫയൽ ചെയ്തത് ആ കോടതിയിലേക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഇന്റിമേഷൻ നടക്കും. അങ്ങനെ ഇന്റിമേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സെക്ഷൻ 11 ഉപയോഗിച്ചുകൊണ്ട് റെസ് ജുഡിക്കേറ്റ. ഓക്കെ, റെസ് ജുഡിക്കേറ്റ. ഓക്കെ, റെസ് ജുഡിക്കേറ്റ ദാറ്റ് ഇസ് ഓൾറെഡി ഡിസൈഡഡ്. ഓക്കെ, ഓൾറെഡി എന്താണ്, ഇത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, കോടതി അത് ലാറ്റർ കോർട്ട് അത് റിജക്ട് ചെയ്യും. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, അപ്പം അതാണ് നമ്മുടെ ഇത് വരുന്നത്. യെസ്, ഓക്കെ. The finality and conclusiveness of judicial decisions for the final determination of disputes is in the general interest of the community as matter of public policy. Okay, public policy യുടെ മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Okay, interest of the person should be protected from multiplication of litigation. Okay, ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ ഈ കേസ് അത് ജസ്റ്റ് അതിന്റെ ഒരു എന്താണ്, why is this section 11 അല്ലെങ്കിൽ why is this the doctrine of res judicata placed in CPC? എന്തിനു വേണ്ടിയിട്ടാണ് CPC-യിൽ res judicata എന്നുള്ള ആശയം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ പറയുന്ന പോലെ, ചിലപ്പോൾ സിവിൽ കേസിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ചുമ്മാ ഒരു മനുഷ്യന്, സിവിൽ കേസ് അറിയാൻ നമുക്ക് അനന്തമായി നീണ്ടുപോകുന്ന കേസുകളാണ്. അപ്പോൾ ചുമ്മാ ഒരു മനുഷ്യനെ കോടതി കയറ്റി ഇറക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല സ്ഥലത്ത് കേസുകൾ കൊടുത്ത് എന്താണ് പേഴ്സൺ, ഓക്കെ ദോ ഹീസ് എ ഡിഫൻഡന്റ് ആണെങ്കിലും എന്താണ്
അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാനിക്കുക എന്നുള്ളതാണ് റെസ് ജുഡിക്കേറ്റ ഡോക്ട്രൈൻ ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് കിട്ടിയോ? റെസ് ജുഡിക്കേറ്റയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡയറക്ട്ലി ആൻഡ് സബ്സ്റ്റാൻഷ്യലി ദ സെയിം ഇഷ്യൂ ആയിരിക്കണം, കോമ്പീറ്റന്റ് കോർട്സ് ആയിരിക്കണം, 2 കോമ്പീറ്റൻസ് കോർട്സിലായിരിക്കണം അത് ഫയൽ ചെയ്തിട്ടുണ്ടാകേണ്ടത്. പോയിന്റ് കിട്ടിയോ? Okay, this rule of convenience is, it is a rule of convenience and not a rule of absolute justice. Okay, അതൊരു റൂൾ ഓഫ് കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള റൂളാണ്, അല്ലാതെ അബ്സല്യൂട്ട് ജസ്റ്റിസ് പ്രൊനൗൺസ് ചെയ്യാനുള്ള ഒരു റൂൾ അല്ല. യെസ്. നൗ പ്ലേസ് ഓഫ് സ്യൂയിങ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നമ്മൾ പറഞ്ഞ റെസ് ജുഡിക്കേറ്റ് മനസ്സിലാകണമെങ്കിൽ, കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ദിസ് പ്ലേസ് ഓഫ് സ്യൂയിങ്ങിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ഓക്കെ, പ്ലേസ് ഓഫ് സ്യൂയിങ്ങിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. So moving on to the place of suing. Yes, നോക്കാം. Yes. നമ്മൾ പ്ലേസ് ഓഫ് സ്യൂയിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ് അത്? കൺസിഡറിങ് ദ കോർട്ട്. ഓക്കെ, 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. എന്താണ്? ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് സ്യൂട്ട്സ്. ഓക്കെ, ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് സ്യൂട്ട്സ് ഇൻ എ കോർട്ട് വിത്തിൻ ഹൂസ് ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ദി പ്രോപ്പർട്ടീസ് സിറ്റുവേറ്റഡ്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ എന്താണ്? ഏത് കോടതി, ഒരു പ്രോപ്പർട്ടീസ്, സിവിൽ കേസുകൾ കൂടുതലും എന്താണ്? വസ്തുതർക്കങ്ങൾ, അത്തരത്തിലുള്ള കേസുകളായിരിക്കും. അപ്പോൾ എന്താണ്? ഏത് കോടതിയുടെ പരിധിയിലാണോ, അല്ലെങ്കിൽ ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ ഈ പ്രോപ്പർട്ടി, ഓക്കെ, ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി കിടക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? ആ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി ആയിരിക്കും പ്ലേസ് ഓഫ് സ്യൂയിങ് എന്ന് പറയുന്നത്. ഇനി റിക്കവറി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ഓർ വിത്തൗട്ട് റെന്റ് ഓർ പ്രോഫിറ്റ് ഫോർ പാർട്ടീഷൻ ഓഫ് ദി സെയിം, ഫോർക്ലോഷർ, സെയിൽ, റിഡംഷൻ ഇൻ ദ കേസ് ഓഫ് മോർഗേജ് ചാർജസ്, ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എനി അതർ റൈറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, കോമ്പൻസേഷൻ ഓൺ റോങ്സ്, ഫോർ കോമ്പൻസേഷൻ ഫോർ റോങ്സ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ഫോർ റിക്കവറി ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച്ഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി മീൻസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള മോർ എന്താണ്? മോർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾ. ഓക്കെ, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിവിൽ കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, യെസ്, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾ ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ ഇരിക്കുന്നത് ആ കോടതി ആയിരിക്കും. ഓക്കെ, ഏത് കോടതിയുടെ ലോക്കൽ ലിമിറ്റ്സിലാണോ ഇരിക്കുന്നത് ആ കോടതി ആയിരിക്കും എന്ത്? ആ കോടതി ആയിരിക്കും അതിന്റെ ജൂറിസ്ഡിക്ഷണൽ അധികാരമുള്ള കോടതി. ഓക്കെ, ആ പർട്ടിക്കുലർ കേസിൽ ജൂറിസ്ഡിക്ഷണൽ അധികാരമുള്ള കോടതി എന്ന് പറയുന്നത് ഏത് കോടതിയുടെ ലോക്കൽ ലിമിറ്റ്സിലാണോ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതായിരിക്കും അതിന്റെ ജൂറിസ്ഡിക്ഷണൽ അധികാരമുള്ള കോടതി എന്ന് ഓർത്തു വെക്കുക. ഈ പറയുന്ന പാർട്ടീഷൻ, സെയിൽ, അതെല്ലാം അതിൽ പെടുന്നതാണ്. Okay. When immovable property is situated in the jurisdiction of a different court or any other courts. Okay. When jurisdiction is uncertain. Okay. Any court after recording statement of uncertainty. Okay. Where wrongs done to a person or a movable property. ഈ സാഹചര്യങ്ങളിൽ എന്താണ്? ഈ സാഹചര്യങ്ങളിലും എന്താണ്? ഈ പറയുന്നത് പോലെ തന്നെ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദി ഏത് കോടതിയിലാണോ അത് വരുന്നത് അതാണ് കൺസിഡർ ചെയ്യുന്നത്. യെസ്, അതർ സ്യൂട്ട്സ് വരുമ്പോൾ ഓക്കെ, where defendant resides or where cause of action arises. Okay, ഇപ്പൊ മൂവബിൾ പ്രോപ്പർട്ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് അത്? കോസ് ഓഫ് ആക്ഷൻ നടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഡിഫൻഡന്റ് എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത്, ചില കേസുകൾ നമുക്ക് എന്താണ് ഡിഫൻഡന്റിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെ താമസിക്കുന്നതിന്റെ ലോക്കൽ ലിമിറ്റ്സിലുള്ള കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മുടെ ബോഡി കോർപ്പറേറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ കമ്പനികൾക്കെതിരെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അവിടെയാണെങ്കിൽ എന്താണ് അവരുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അവരുടെ സോളോ ഓഫീസ് അതല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ് ഓഫീസ് ഒക്കെ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയും കൊണ്ടുപോയി കേസ് കൊടുക്കാം. പോയിന്റ് കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? യെസ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. എന്താണ് റെസ് ജുഡിക്കേറ്റ? ഓക്കെ, വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് റെസ് ജുഡിക്കേറ്റ? ഓക്കെ, നോ വൺ ഷാൽ ബി ട്വൈസ് വെക്സ്ഡ് ഫോർ ദി സെയിം കോസ്. ഓക്കെ, ട്വൈസ് വെക്സ്ഡ് എന്നാണ്. ഒരേ മാറ്റർ ഓഫ് കേസ് തന്നെ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരേ പാർട്ടീസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇത് വരുന്ന ഏതാണ്? സെക്ഷൻ 11 വരുന്നത്. ഓക്കെ, സെക്ഷൻ 11 ഓഫ് CPC. ഓക്കെ, സിവിൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 11 റെസ് ജുഡിക്കേറ്റ എന്നുള്ള ആശയം വരുന്നത്. റെസ് ജുഡിക്കേറ്റ എന്നുള്ള ആശയം വരുന്നത് സെക്ഷൻ 11. ഓക്കെ, നൗ എന്താണ്
റൂൾ ഓഫ് റെസ് സബ്ജുഡൈസ്. ഓക്കെ, മറ്റൊന്ന് എന്താണ്? റൂൾ ഓഫ് റെസ് സബ്ജുഡൈസ്. ഓക്കെ, റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ പെൻഡിങ് ബിഫോർ എ ജുഡീഷ്യൽ എൻക്വയറി. ഓൾറെഡി എന്താണ്? ഒരു ജുഡീഷ്യൽ എൻക്വയറിയിലായിരിക്കുന്നത്. ദാറ്റ് ഈസ് സെക്ഷൻ 10. ദാറ്റ് ഈസ് സെക്ഷൻ 10. ഓക്കെ, സെക്ഷൻ 10 ആണ് പറയുന്നത്. ഓൾറെഡി ഒരു ജുഡീഷ്യൽ മാറ്റർ ആയിരിക്കുന്നത് എന്ത് ചെയ്യും? രണ്ട് കോടതികൾ കൺസിഡർ ചെയ്യാനായിട്ട് വളരെ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യമാണ് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് റെസ് ജുഡിക്കേറ്റ. Okay, that matters issues which could have been taken as a ground of defense or an attack in former suit. Okay, എന്താണ്? Okay, that matters issues which could have been taken as a ground or defense or attack in former suit. അപ്പൊ എന്താണ് ഒരു ഫോർമർ സ്യൂട്ട്? ഓക്കെ, ആദ്യം കൊടുത്ത സ്യൂട്ടിൽ എന്താണ്? നമുക്ക് അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാം. എന്താണ്? ഓൾറെഡി ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തല്ല? ബോണഫൈഡ് ഇന്റൻഷൻ അല്ല. ഓക്കെ, ഇദ്ദേഹത്തിന് സ്വത്ത് കിട്ടുക എന്നുള്ളതോ അതല്ല എങ്കിൽ എന്താണ്? നീതി നടപ്പായി കിട്ടുക എന്നുള്ളതോ ഒന്നുമല്ല ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്നെ കുറച്ച് നടത്തുക. ഓക്കെ, സിവിൽ കോടതിയുടെ വരാന്തകൾ കയറി ഇറങ്ങി എന്റെ കാലിലെ ചെരുപ്പ് തേയട്ടെ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മനോഗുണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറയാം. അതാണ് അതിൽ വരുന്നത്. These all ideas are based on the idea of a public policy. ഇതെല്ലാം പബ്ലിക് പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. Now coming with the set off. Okay. ഓക്കെ, സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരാശയമുണ്ട്. അതെന്താണെന്ന് നോക്കാം. സെറ്റ് ഓഫ്. ഓക്കെ, സെറ്റ് ഓഫ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ അക്വിറ്റൽ ഓഫ് ഡെപ്റ്റ്സ് ബിറ്റ്വീൻ ദി പ്ലെയിന്റിഫ് ആൻഡ് ഡിഫൻഡന്റ്. ഓക്കെ, അത് കുറച്ചുകൂടി എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് the effect is extinguishment of the plaintiff's claim to the extent the amount claimed by the defendant as a counter claim. അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എ ബിക്കെതിരെ കേസ് കൊടുക്കുന്നു. എ ഫയൽസ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ബി സച്ച് ദാറ്റ് എന്താണ്? സച്ച് ദാറ്റ് ബി ഹാസ് ടു പേ മീ. ഓക്കെ, ബി എന്ന് പറയുന്നത് ഡിഫൻഡന്റ് ആണ്, എ എന്ന് പറയുന്ന പ്ലെയിന്റിഫ് ആണ്. അപ്പൊ ബി എന്ത് ചെയ്യണം? ഹാസ് ടു പേ മീ 25 lakh rupees. എനിക്ക് 25 ലക്ഷം രൂപ ബി എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ കടം മേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്? ബ്രീച്ച് ഓഫ് ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ റോങ് പ്രകാരം എനിക്ക് 25 ലക്ഷം രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അപ്പൊ 25 ലക്ഷം രൂപ എനിക്ക് ആര് തരണം? ബി തരണം എന്ന് പറഞ്ഞിട്ട് എ കേസ് കൊടുക്കുന്നു. അങ്ങനെ എ കേസ് കൊടുക്കുന്ന സമയത്താണ് ബിക്ക് മനസ്സിലായത് എന്താണ്? കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ 25 ലക്ഷവും കൊടുക്കേണ്ടി വരും. അല്ലെ, അതിൻ്റെതായ കോടതി കയറി നടക്കണം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ തനിക്ക് ഉണ്ടാകുമെന്ന് ആർക്ക് മനസ്സിലായി? എക്ക് മനസ്സിലായി. ബിക്ക് മനസ്സിലായി. സോ അപ്പൊ ബി എന്ത് ചെയ്യാണ്? ബി മീൻസ് ദി ലോയർ ഓഫ് എ. ഓക്കെ, എയുടെ വക്കീലിനെ കണ്ടിട്ട് ബി പറയാണ്, ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഓക്കെ, ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും വഴക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും മുട്ടാൻ പോകാൻ പാടില്ലായിരുന്നു. ഓക്കെ, നിങ്ങളിപ്പോ 25 ലക്ഷമല്ലേ ചോദിച്ചത്, എന്നെ കൊണ്ട് അത്രയും പറ്റില്ല, ഞാനൊരു 15 ലക്ഷമാണെങ്കിൽ ഞാൻ തരാം. ഓക്കെ, ഞാനൊരു 15 lakh rupees ആണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാനത് തന്നേക്കാമെന്ന് പറയുകയാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന 25 ലക്ഷം? അപ്പൊ പ്ലെയിന്റിഫിന് എന്തേ ഉള്ളൂ? ഓക്കെ, 25 ലക്ഷം കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ എന്താണ്? കേസ് നടത്തി ഒരു 10-12 കൊല്ലം കേസ് നടത്തിയാലാണ് 25 ലക്ഷം ഒന്ന് കയ്യിൽ കിട്ടുക. ഓക്കെ, ഒരു 10-12 കൊല്ലം കേസ് നടത്തി അതിന്റെ പുറകെ തൂങ്ങി, ഓക്കെ, അതിന്റെ കുറെ വക്കീലിനും കൊടുത്ത് കുറെ ദിവസത്തെ ജോലി കളഞ്ഞ് കോടതിയിൽ വന്ന് നിന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിനു പകരമായിട്ട് ഓക്കെ ഇദ്ദേഹം പറയുകയാണ് എന്താണ്? നമുക്കൊരു 15 ലക്ഷമാണ് നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു ക്ലെയിമിന് ഒരു കൗണ്ടർ ക്ലെയിം വെക്കുന്നു. ഓക്കെ, എന്താണ്? പ്ലെയിന്റിഫ് വെക്കുന്ന ക്ലെയിമിനെ ഡിഫൻഡന്റ് ഒരു കൗണ്ടർ ക്ലെയിം വെക്കുന്നു. ആൻഡ് ആ കൗണ്ടർ ക്ലെയിമിനെ അംഗീകരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ പ്ലെയിന്റിഫ് ആലോചിച്ചപ്പോ എന്താണ്? വളരെ ശരിയാണ്. ഓക്കെ, പ്ലെയിന്റിഫ് ആലോചിച്ചപ്പോൾ വളരെ ശരിയാണ്. ഞാന് ഈ പറയുന്നത് പോലെ 25 ലക്ഷം കിട്ടാനായിട്ട് 12 കൊല്ലം കേസ് നടത്തി കോടതി കയറി ഇറങ്ങുന്നതിലും എത്രയോ ഭേദമാണ് അവന്റെ കയ്യിൽ 15 ലക്ഷം മേടിച്ച് കേസ് സെറ്റ് ഓഫ് ആക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കും. അതാണ് എന്ത് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് സെറ്റ് ഓഫ് ഇസ് നോട്ട് ആൻ ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഓക്കെ, നമുക്ക് അതല്ലാതെ ഓഫ് കോർട്ട് സെറ്റിൽമെന്റുകൾ ഉണ്ട്. ഇത് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്തല്ല? ഒരിക്കലും ഒരു ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അല്ല. ഇറ്റ് ഈസ് ആ ഓൺ കോർട്ട് അല്ലെങ്കിൽ വിത്തിൻ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോടതിക്ക് അകത്ത് നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഓക്കെ,
റെസിപ്രോക്കൽ അക്വിറ്റൽ ഓഫ് ഡെപ്റ്റ്സ് ബിറ്റ്വീൻ പ്ലെയിന്റിഫ് ആൻഡ് ഡിഫൻഡന്റ്. പ്ലെയിന്റിഫും ഡിഫൻഡന്റും തമ്മിൽ എന്താണ് റെസിപ്രോക്കൽ അക്വിറ്റൽ ചെയ്യുക. ദി ഇഫക്റ്റ് ഈസ് എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് ദി പ്ലെയിന്റിഫ്സ് ക്ലെയിം ടു the extent of the amount claimed by the defendant as counter claim. എന്താണ് ഡിഫൻഡന്റ് കൗണ്ടർ ക്ലെയിം ആയിട്ട് പറയുന്ന എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 25 ലക്ഷത്തിന് പകരം ഡിഫൻഡന്റ് പറയണം അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുകയില്ല, ഒരു 15 ലക്ഷം. അപ്പൊ ഡിഫൻഡന്റ് പറയുന്നു, പ്ലെയിന്റിഫ് പറയുന്നു ആയിക്കോട്ടെ 15 ലക്ഷം. അത് കോടതിയിലാണ്, ഓഫ് കോർട്ട് അല്ല. ഓക്കെ, ദ ഡിഫൻഡന്റ് ഫയൽ എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്ൻ ദ പർട്ടിക്കുലർസ് ഓഫ് ദി ഡെപ്റ്റ് സോട്ട് ടു ബി ഇൻ ദ സെറ്റ് ഓഫ്. ഓക്കെ, ആ സെറ്റ് ഓഫിൽ പറയുന്ന എന്താണ് ഡെപ്റ്റ്, അതിന്റെ പർട്ടിക്കുലർസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നുണ്ട്, ഓർത്ത് വെക്കുക. യെസ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോടെ? യെസ്, സംശയമൊന്നുമില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്, ഞാൻ ഇതിന്റെ ഡെഫിനീഷൻസിന്റെ കുറച്ച് ഒരു നോട്ട് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ. യെസ്, ഇനി എന്താണ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ. ഓക്കെ, ഈ പറയുന്ന സെറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്ലെയിമും കൗണ്ടർ ക്ലെയിമും ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഈ ക്ലെയിമും കൗണ്ടർ ക്ലെയിമും ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കോടതിക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് പാസ്സാക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓക്കെ, രണ്ടുപേരെയും, ഓക്കെ, ഇദ്ദേഹത്തിന്റെ ക്ലെയിമും ഇദ്ദേഹത്തിന്റെ കൗണ്ടർ ക്ലെയിമും, ഇദ്ദേഹത്തിന്റെ കൗണ്ടർ ക്ലെയിം എന്താണ്, ഇദ്ദേഹത്തിന്റെ കൗണ്ടർ ക്ലെയിം സ്വീകരിക്കാനായിട്ട്, ഓക്കെ, അങ്ങനെ എന്താണ് ഡിഫൻഡന്റ് ആയിട്ടുള്ള വ്യക്തി പ്ലെയിന്റിഫ് ആയിട്ടുള്ള വ്യക്തിക്ക് 15 ലക്ഷം രൂപ കൗണ്ടർ ക്ലെയിം സ്വീകരിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഞാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറയാം. യെസ്, പോയിന്റ് കിട്ടിയോ? എടേ പോയിന്റ് കിട്ടിയോടെ? യെസ്, കിട്ടിയോ? ഇനി കൗണ്ടർ ക്ലെയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് കൗണ്ടർ ക്ലെയിം എന്ന് പറഞ്ഞു? മെയ്ഡ് ബൈ ദ ഡിഫൻഡന്റ് റിലേറ്റഡ് ടു സം ഡാമേജസ് ഓർ നോട്ട്. ഓക്കെ, എന്താണ് ചേട്ടാ, എനിക്കറിയാം, ഓക്കെ, എന്റെ ഭാഗത്തുനിന്ന് ചേട്ടന് വലിയ നഷ്ടം ഉണ്ടായി, അത് ശരിയാണ്. പക്ഷെ ചേട്ടൻ ഒരു കാര്യം ഓർക്കണം, ചേട്ടനെ ചോദിച്ച് 25 ലക്ഷം ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഇത്രയാണ്, അത് കോടതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നൗ കമ്മിങ് വിത്ത് എന്താണ് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ്. ഓക്കെ, നൗ അനദർ എന്താണ് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ്, ദ സെറ്റ് ഓഫ് റിഗാർഡിംഗ് ആൻ അൺസർട്ടൈനബിൾ മണി ഓഫ് ദി ഡിഫൻഡന്റ്. ഓക്കെ, എന്നാണ് ഒരു കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക, ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടൈനിറ്റി ഓഫ് ദി എമൗണ്ട് എക്സസ് ചെയ്യുന്നതാണ് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു എന്താണ് ടെമ്പററി ഇൻജങ്ഷൻ. ഓക്കെ, CPC-യിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ടെമ്പററി ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ടെമ്പററി ഇൻജങ്ഷൻ എന്നുള്ള കാര്യങ്ങൾ. യെസ്, കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോടെ? Yes, so moving on to temporary injunction. Okay, may be asked by the plaintiff when the property in dispute in suit is in danger of being wasted, damaged, or alienated by any party to the suit, or wrongfully sold in execution of a decree or order. Okay, അപ്പൊ എന്താണ് ഒരു പെർട്ടിക്കുലർ കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഓക്കെ, എന്താണ് എയും ബിയും തമ്മിൽ, ഓക്കെ, എയും ബിയും തമ്മിലുള്ള വസ്തു തർക്കം. അപ്പൊ ആ വസ്തു തർക്കത്തിന്റെ പുറത്ത് എന്താണ് എ ഈസ് അപ്രിഹെൻഡിങ്. ഓക്കെ, എക്ക് എന്തുണ്ട്, എക്ക് തെറ്റില്ലാത്ത ഭയമുണ്ട്. ഓക്കെ, എ ഹാസ് ആൻ അപ്രിഹെൻഷൻ ദാറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ഓക്കെ, ഈ കേസ് നടക്കുന്ന അല്ലെങ്കിൽ കേസ് നടക്കുന്ന ഈ കാലഘട്ടത്തില് ബി എന്ത് ചെയ്യും, ബി ഉള്ള കേസ് അല്ലെങ്കിൽ ബി എന്ത് ചെയ്യും, ഉള്ള കേസ് മുഴുവൻ അല്ലെങ്കിൽ ബി അതിലുള്ള ആദായം മുഴുവൻ എടുത്തു കൊണ്ടുപോയി വിൽക്കും, അതിൻ്റെ അകത്തുള്ള മരങ്ങൾ മുഴുവൻ കൊണ്ടുപോയി വിൽക്കുമെന്ന് എയ്ക്ക് എന്തുണ്ട്, എയ്ക്ക് ഒരു ധാരണ അല്ലെങ്കിൽ എയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ. അപ്പൊ എ ക്യാൻ എന്ത് ചെയ്യാം, എ ക്യാൻ മൂവ് ടു എ കോർട്ട്. ഓക്കെ, എയ്ക്ക് എന്ത് ചെയ്യാം, എയ്ക്ക് കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ട്, ഓക്കെ, കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ട് എ ക്യാൻ ഒബ്റ്റെയിൻ, എയ്ക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാം, എ ടെമ്പററി ഇൻജങ്ഷൻ. ഓക്കെ, ഒരു ടെമ്പററി ഇൻജങ്ഷൻ എയ്ക്ക് മേടിക്കാം. എന്താണ്, ദാറ്റ് ഇസ് പ്രിവെന്റിംഗ് ദ ഡിഫൻഡന്റ് ഫ്രം entering or taking the profit. Okay, ഇനി എന്താണ് entering or enjoyment of the fortunes. Okay, the defendant threatens or intends to remove or dispose the property full. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ടെമ്പററി ഇൻജങ്ഷൻ കൊടുക്കുക? ഒന്നവിടെ പ്ലെയിന്റിഫ്, ഒന്നവിടെ എന്തായിരിക്കണം, the plaintiff should have, the plaintiff
should have asked for one. പ്ലെയിന്റിഫ് എന്ത് ചെയ്തിരിക്കണം, അങ്ങനെ ഒരു ടെമ്പററി ഇൻജങ്ഷൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത് എന്താണ് യെസ്, ഈ പറയുന്ന പോലെ അപ്രിഹെൻഷൻ കോസ്ഡ് ബൈ ഡിഫൻഡന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ് അപ്രിഹെൻഷൻ കോസ്ഡ് ബൈ ഡിഫൻഡന്റ് എക്സിസ്റ്റ് ചെയ്യണം, മറ്റൊന്നെന്താണ് ഈ പ്ലെയിന്റിഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഇത് ഉണ്ടായിരിക്കണം. യെസ്, പോയിന്റ് കിട്ടിയോ? ഓക്കെ, ഇനി ഇത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നാൽ കിട്ടുമോ? ഓക്കെ, ഇത് രണ്ടും ഉണ്ട് എന്ന് കോടതിയിലേക്ക് ഓടി ചെന്നാൽ കിട്ടില്ല. The plaintiff has to convince the court that substantial or irreparable, okay, irreparable damages or harm or injury would be suffered by him. Okay, അദ്ദേഹത്തിന് എന്തുണ്ടാവും, ഈ ടെമ്പററി ഇൻജങ്ഷൻ കൊടുക്കാത്ത പക്ഷം അദ്ദേഹത്തിന് വലിയ ഡാമേജോ ഹാമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്ക് വലിയ ഡാമേജോ ഹാമോ ഉണ്ടാകും. If no such a temporary injunction till the disposal of the suit is not granted and such loss cannot be compensated by damages. എന്താണ് ഈ പറയുന്ന ഡാമേജസ് കാരണം എന്ത് ചെയ്യാൻ പാടില്ല, ഡാമേജസ് മൂലം അല്ലെ ഡാമേജസ് വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, അത്തരത്തിലുണ്ടാകുന്ന ഡാമേജസ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൽക്കാലം ഇന്നത്തേക്ക് നമ്മൾ ഇത്രയുമാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ബാക്കി എന്താണ് നാളെ വരുന്ന എന്താണ് ഇന്റർലോക്യൂട്ടറി ഓർഡർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം നാളെ പഠിക്കാം. സോ തൽക്കാലം ഞാൻ എന്ത് ചെയ്യണം, തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ എവരിബഡി. ഇത്രയും, ഇത് CPC ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഏറ്റവും അവസാനം തരാം കേട്ടോ. ഓക്കെ, ഡെഫിനേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും സംശയങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്.